ദാമ്പത്യ ജീവിതം എങ്ങനെ മനോഹരമാക്കാം എന്നതിനെക്കുറിച്ച് കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് തുറന്ന ആശയവിനിമയം, അതായത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അതൊന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സംസാരിക്കുക, അതുപോലെ ശ്രദ്ധിക്കുക. നമ്മുടെ ചിന്തകളും വികാരങ്ങളും തുറന്ന് സംസാരിക്കുക. പരസ്പരം പങ്കാളികളുമായിട്ട് നമ്മൾ തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. അതിനേക്കാൾ പ്രധാനമാണ് പങ്കാളി പറയുന്നത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുക എന്നതാണ്. നമ്മുടെ പങ്കാളി, ഇപ്പം ഭർത്താവട്ടെ ഭാര്യ ആവട്ടെ, അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാൻ ക്ഷമയോടെ ഇരിക്കുക. അവർ പറയുന്നത് എന്താണോ അത് കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക. മറ്റെല്ലാം ഒഴിവാക്കിയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് ആശംസകളും പ്രോത്സാഹനവും. ഓരോ ദിവസവും പങ്കാളിയോട് നമ്മൾ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയാൻ ശ്രമിക്കുക. ഡെയിലി പറയുക നമ്മൾ പങ്കാളിയായിട്ട്, ഐ ലവ് യു, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഒരുപാട് നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന രൂപത്തിലൊക്കെ നമ്മൾ നമ്മുടെ സ്നേഹം പങ്കാളിയുമായിട്ട് പങ്കുവെക്കുക. ഓക്കെ. ചെറിയ കാര്യങ്ങളിൽ പോലും അവരെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ചെറിയ എന്ത് കാര്യമാവട്ടെ നമ്മൾ അവരെ അഭിനന്ദിക്കുക. നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്താതെ അഭിനന്ദിക്കുക. അതുപോലെ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. ദാമ്പത്യ ജീവിതം മനോഹരമാക്കുക എന്നതിൽ രണ്ടാമത്തെ പോയിന്റായിട്ട് ഞാൻ പറയുന്നത് സമയം കണ്ടെത്തുക. നമ്മുടെ പങ്കാളിയായിട്ട് ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ, നമ്മൾ അവരുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് ഇടപഴകാനും ചെലവഴിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തുക. സ്പെൻഡ് ക്വാളിറ്റി ടൈം. ഓക്കെ. അതിൽ എക്സാമ്പിളായിട്ട് പറയുന്ന പങ്കാളിക്കായി മാത്രം ഫോണ്, TV അങ്ങനത്തെ മറ്റ് തിരക്കുകൾ, എൻ്റർടൈൻമെൻറ്റ്സ് എന്നിവ മാറ്റിവെച്ച് പങ്കാളിക്കായി മാത്രം നമ്മൾ അവർക്ക് വേണ്ടി മാത്രം നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കുക. മറ്റെല്ലാ തിരക്കുകളും നമ്മൾ മാറ്റിവെക്കുക. ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. അവരുമായിട്ട് നമ്മൾ പുറത്ത് പോവുക. സിനിമ കാണുന്നവരാണെങ്കിൽ സിനിമ കാണാം. സിനിമയെ നാം പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷെ സിനിമ കാണുന്നവരാണെങ്കിൽ സിനിമ കാണാം. അവരായിട്ട് പുറത്ത് പോവുക. അവരെ ആയിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. വേറൊരു പോയിൻ്റാണ് ഡേറ്റ് നൈറ്റ്. അങ്ങനെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മളൊന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ആഴ്ചയിലോ മാസത്തിലോ ഒരു ഡേറ്റ് നൈറ്റ് ശീലമാക്കുക എല്ലാ ബന്ധത്തിലും. ഇത് ബന്ധത്തിന് പുതിയ ഊർജം നൽകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം കേട്ടോ. പിന്നെ നമ്മൾ മൂന്നാമത്തെ കാര്യം പറയുന്നത് ദാമ്പത്യ ജീവിതം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നുറുങ്ങാണ് സ്നേഹവും ബഹുമാനവും, അതായത് അഫെക്ഷൻ ആൻഡ് റെസ്പെക്റ്റ്. ഓക്കെ. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനാണെങ്കിൽ ചെറിയ സ്നേഹപ്രകടനങ്ങൾ, കൈകളിൽ പിടിക്കുക, യാത്ര പറയുമ്പോൾ ചുംബനം നൽകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നും അവരെ നമ്മൾ തള്ളി പറയാതെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. മാക്സിമം നമുക്ക് എത്രത്തോളം അവരെ ചേർത്ത് പിടിക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക. ഒന്നിലും നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക. തുടങ്ങിയ ചെറിയ സ്നേഹപ്രകടനങ്ങൾ ബന്ധം ഊഷ്മളമാക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം കേട്ടോ. ബഹുമാനം നൽകുക. പങ്കാളിയുടെ അഭിപ്രായങ്ങളും വ്യക്തിപരമായ ഇഷ്ടങ്ങളെയും ബഹുമാനിക്കുക. അവർക്ക് അവരുടേതായ ഒരു ഇടം, അതായത് പേഴ്സണൽ സ്പേസ് നൽകുക. ഓക്കെ. നമ്മൾ എന്താ പറയുക, അവരെ ഒന്നിലും വിലങ്ങിടാതിരിക്കുക. അവർക്ക് അവരുടേതായൊരു ഫ്രീഡം കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ഉത്തരവാദിത്തങ്ങൾ പങ്കിടുക.
ഷെയർ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയും. ഓക്കെ, ഒരുമിച്ച് പ്രവർത്തിക്കുക. അതിലത്തെ ഒന്നാമത്തെ ഒരു പോയിൻ്റാണ് ഒരുമിച്ച് പ്രവർത്തിക്കുക. വീട്ടിലെ ജോലികളിലും കുട്ടികളുടെ കാര്യങ്ങളിലും ഒരുമിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. ഇതൊരാൾക്ക് മാത്രമുള്ള ഭാരം കുറയ്ക്കാൻ സഹായിക്കും. അഞ്ചാമത്തത് ക്ഷമിക്കുക, അതുപോലെ മുന്നോട്ട് പോവുക. ഫോർഗിവ് ആൻഡ് മൂവ് ഓൺ. ഓക്കെ, അതിനെക്കുറിച്ച് വ്യക്തമാക്കാം. അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും സ്വാഭാവികമാണ്. ഒരു ദാമ്പത്യ ജീവിതമാകുമ്പോൾ അല്ലെങ്കിൽ വേറെ ലൈഫാവട്ടെ, ദാമ്പത്യം അല്ലാത്ത ജീവിതമാവട്ടെ, എല്ലാത്തിലും വഴക്കുകൾ സ്വാഭാവികമാണ്. പക്ഷേ എന്നാൽ ആ വഴക്കുകൾ നീണ്ടു പോവാതെ ക്ഷമയോടെ സംസാരിച്ച് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള പറയാനുള്ള. അപരാധബോധം ഒഴിവാക്കുക. പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ് കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മുടെ പാർട്ട്ണറെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക. കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഈ നുറുങ്ങുകൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നെക്സ്റ്റ് വേറൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ടാറ്റ, ബൈ.